കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് DV ആക്ട്, സെക്കൻഡ് മാരേജ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ്, ഇത് മൂന്നുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. വിധി ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്: സെക്കൻഡ് മാരേജ് നോ ഗ്രൗണ്ട് ടു ഡിനേ മെയിൻ്റനൻസ് ടു വൈഫ്. ഹൈക്കോർട്ട് അപ്ഹോൾഡ്സ് ₹1 lakhs മന്ത്ലി മെയിൻ്റനൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കോടതിയിൽ നിന്നും ഡിവോഴ്സ് ആകുന്നു. ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് എന്ത് ചെയ്യുന്നു? വേറൊരു സ്ത്രീയെ രണ്ടാം കല്യാണം കഴിക്കുന്നു. അതിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാവാം. അവരങ്ങനെ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒന്നാം ഭാര്യ എന്ത് ചെയ്യുന്നത്? ഈ ഭർത്താവിന് എതിരെയായിട്ട് മെയിൻ്റനൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് DV ആക്ട് പ്രകാരം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ കേസ് ഫയൽ ചെയ്യുമ്പോൾ ആ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം താൻ രണ്ടാമതൊരു വിവാഹിതനായി എന്നും അതിൽ തനിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടും, അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നും കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാരണവശാലും കോടതിയിൽ നിലനിൽക്കില്ല എന്നും പകരം ഈ മുൻ ഭാര്യയ്ക്ക് ഭർത്താവ് എന്ത് ചെയ്യണം? ചെലവിന് കൊടുക്കണം എന്നുള്ളതുമായിട്ടുള്ള കാര്യമാണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അവൾ ലീഗലി കല്യാണം കഴിക്കാതെ വേറെ പുരുഷനൊപ്പം താമസിക്കുകയായിരിക്കാം. എന്നിരുന്നാലും കല്യാണം കഴിയാത്ത കാലത്തോളവും അതുപോലെ തന്നെ നാച്ചുറൽ ഡെത്ത് സംഭവിക്കാത്ത കാലത്തോളവും മുൻ ഭാര്യ DV ആക്ട് പ്രകാരം കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭർത്താവ് എന്ത് ചെയ്യണം? മെയിൻ്റനൻസ് എമൗണ്ട് മന്ത്ലി ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം കേട്ടോ. അതായത് കൃത്യമായിട്ട് തന്നെ അത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ രീതിയിൽ പറയുന്നത്, ദ ഹൈക്കോർട്ട് അപ്ഹോൾഡ് ₹1 lakh മന്ത്ലി മെയിൻ്റനൻസ്, റൂളിംഗ് ദാറ്റ് എ വൈഫ് സെക്കൻഡ് മാരേജ് ഈസ് നോട്ട് എ വാലിഡ് ഗ്രൗണ്ട് ടു ഡിനേ സപ്പോർട്ട് അണ്ടർ ദി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.